നമസ്കാരം, ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. വീരസാഹസികനായ തച്ചോളി ഒതേനൻ എന്ന ആ ചരിത്ര പുരുഷൻ്റെ കഥയുടെ 9ാം ഭാഗത്തിലേക്ക് ഞാൻ എൻ്റെ കഥാപ്രേമികളെ ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ടു പോകുകയാണ്. അങ്ങനെ കോട്ടയത്ത് കോവിലകത്ത് നിന്ന് ഒതേനനും ചാപ്പനും മടങ്ങിപ്പോകുന്ന വഴിക്ക് അതിമനോഹരമായ ഒരു മാന്തോപ്പും താമരക്കുളവും കാണുവാനിടയായി. അല്പനേരം അവിടെ വിശ്രമിക്കാമെന്ന് കരുതിയ അവർ താമരക്കുളത്തിലിറങ്ങി കൈകാൽ മുഖം കഴുകി ഒരു വൃക്ഷത്തണലിൽ ഇരുന്നു. ഹിതകരമായി വീശിയ ഇളങ്കാറ്റ് കുളിരേകി അവർക്ക് ആശ്വാസം പകർന്നു. ആ സമയത്ത് ഓഹോയ് 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 പല്ലക്കുവാഹകരുടെ താളാത്മകമായ സ്വരം അവരുടെ ശ്രദ്ധയെ ആകർഷിച്ചു. ശബ്ദം അടുത്തെത്തിയപ്പോൾ ചാപ്പൻ എഴുന്നേറ്റ് പാതിയോരത്ത് ചെന്ന് നിന്നു. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ അകമ്പടി സേവിച്ച് വരുന്നത് കണ്ടപ്പോൾ പല്ലക്കിൽ യാത്ര ചെയ്യുന്നതാരെന്ന് ചാപ്പന് ഊഹിക്കുവാൻ കഴിഞ്ഞു. അയാൾ വേഗത്തിൽ തിരികെ ഒതേനന്റെ അടുത്ത് ചെന്നിരുന്നു. ആരാണ് ചാപ്പ പല്ലക്കിലേറി പോകുന്നത്? ഒതേനൻ ചോദിച്ചു. അത് ഇവിടെ അടുത്തുള്ള കിരീടമില്ലാത്ത ഒരു രാജ്ഞിയാണ്, ചാപ്പൻ പരിഹാസഭാവത്തിൽ പറഞ്ഞു. ഹേയ്, കിരീടമില്ലാത്ത രാജ്ഞിയോ? ആ വമ്പത്തി ആരാണാവോ? ഒതേനൻ ചോദിച്ചു. അവളാണ് കൊക്കി വീട്ടിൽ കുങ്കിയമ്മ എന്ന കെങ്കേമി. ഹേയ്, കൊക്കി വീട്ടിൽ കുങ്കിയമ്മയോ? കൊള്ളാമല്ലോ. എന്തൊക്കെയാണ് അവളുടെ കേമത്തങ്ങൾ? കേൾക്കട്ടെ. അത് അവളെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. നാട്ടിലെ അറിയപ്പെട്ട പുരുഷ വിദ്വേഷി, താനൊരു തികഞ്ഞ പണ്ഡിതയും കലാതിലകവുമാണെന്നുള്ള ഭാവം. പുരുഷന്മാരെന്ന പേര് കേൾക്കുന്നതേ കുങ്കിയമ്മയ്ക്ക് പുച്ഛമാണ്. ആരുടെ മുന്നിലും തല കുനിക്കില്ല. ഏതൊരു മഹാനെ കണ്ടാലും എഴുന്നേൽക്കുകയോ വന്ദിക്കുകയോ ചെയ്യില്ല. ഇനി എപ്പോഴെങ്കിലും ആർക്കെങ്കിലും അവളെ ഒന്ന് നേരിൽ കാണണമെന്ന് തോന്നിയാൽ പ്രയാസമേറിയ പല കടമ്പകളും കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട പുരുഷന്മാരൊന്നും കുങ്കിയമ്മയെ കാണുവാൻ പോവുക പതിവില്ല. എന്നാൽ സ്ത്രീകൾക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളൊന്നുമില്ലതാനും. കുങ്കിയമ്മയുടെ വിചിത്രമായ സ്വഭാവ വിശേഷം ചാപ്പൻ ഒതേനനെ പറഞ്ഞു കേൾപ്പിച്ചു. ഓഹോ, എന്നാൽ അവരെ ഒന്ന് കാണുക തന്നെ, ഒതേനൻ ഉറപ്പിച്ചു. അങ്ങനെ അവർ കൊക്കി വീട്ടിലേക്ക് പുറപ്പെട്ടു. പ്രവേശന കവാടം കടന്ന ഉടനെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് വീതി കൂടിയ കിടങ്ങ്, അനുവാദം കൂടാതെ ആരും പ്രവേശിക്കാതിരിക്കാൻ മേൽപ്പാലം നീക്കപ്പെട്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ ഒതേനൻ വളരെ പുച്ഛഭാവത്തോടുകൂടി കൊള്ളാം എന്ന് പറഞ്ഞു. എന്നിട്ട് 2 ചുവട് പിൻവാങ്ങിയ ഒതേനൻ മലക്കം മറിഞ്ഞ് കിടങ്ങിൻ്റെ മറുകരയ്ക്കെത്തി. ചാപ്പനും ചങ്ങാതിയുടെ മാർഗം അനുകരിച്ചു. മറികടക്കേണ്ട അടുത്ത കടമ്പ ഏതായിരിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒതേനൻ മുമ്പേ നടന്നു, ചാപ്പൻ പിന്നിലും. അങ്ങനെ കുറച്ചു ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോ കറുത്തിരുണ്ട ഭീകരന്മാരായ 2 മല്ലന്മാർ വഴി മുടക്കിക്കൊണ്ട് മുമ്പിൽ നിൽക്കുന്നു. ആയുധമേന്താതെ ഇവരെ കീഴ്പ്പെടുത്തി മുമ്പോട്ട് യാത്ര തുടരുക. അവരുടെ സമീപത്തായി പലകയിൽ എഴുതി വച്ചിരുന്ന നിബന്ധന വായിച്ച് ഒതേനൻ ആയുധമെല്ലാം ചാപ്പനെ ഏൽപ്പിച്ച് നിസ്സങ്കോചം മുമ്പോട്ട് നടന്നു. മല്ലന്മാർ കൂറ്റന്മാരായ മുട്ടനാടുകളെ പോലെ തലയും കുലുക്കി ഒതേനനെ മുട്ടി വീഴ്ത്തുന്നതിനായി ഇരുവശങ്ങളിൽ നിന്നും പാഞ്ഞു വന്നു. തൊട്ടു തൊട്ടില്ല എന്നായപ്പോ അവരുടെ മധ്യത്തിൽ നിന്ന് ഒതേനൻ അതീവ ലാഘവത്തോടെ കുതിച്ചു പൊങ്ങി കരണം മറിഞ്ഞ് മറ്റൊരിടത്ത് ചെന്ന് നിന്നു. അവരുടെ തലകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടി മല്ലന്മാർ മൂക്കുകുത്തി നിലത്തു വീണു. പറന്നു പൊങ്ങിയ ഒതേനൻ ഇരുപാദങ്ങളും വിരിച്ച് ആ മല്ലന്മാരുടെ കഴുത്തിനു മീതെ അമർന്നു നിന്നു. ശ്വാസം കിട്ടാതെ പിടഞ്ഞ അവർ ബോധമേറ്റ് വെട്ടിയിട്ട മരം കണക്കെ വീണു. തൻ്റെ ചങ്ങാതിയുടെ പുതിയ അടവു കണ്ട് ചാപ്പൻ ചിരിച്ചു. അങ്ങനെ വീണ്ടും അവർ മുമ്പോട്ട് നടന്നു. അടുത്ത കടമ്പ എന്തായിരിക്കുമോ ആവോ? ശക്തി പോരാ, ബുദ്ധി വേണം.
ശക്തി പോരാ, ബുദ്ധി വേണം. മാർഗമധ്യേ കൂട്ടിലടച്ച് തൂക്കിയിട്ടിരുന്ന പച്ചക്കിളി ഉച്ചത്തിൽ ചിലച്ച് ചിറകടിച്ചു. കൂടിനടിയിലെ പലകയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കിളിയെ നോവിക്കാതെ നിശബ്ദമായി യാത്ര തുടരുക. ആ ചാപ്പാ, ഇത് നിന്റെ ഊഴമാണ്. പച്ചക്കിളിയെ വേണ്ടതിൻവണ്ണം കൈകാര്യം ചെയ്തോളൂ. ഒതേനൻ ചിരിച്ചുകൊണ്ട് ചാപ്പനോട് പറഞ്ഞു. ചാപ്പൻ കൈകാലുകൾ വളച്ചുകുത്തി നിലത്തിരുന്നു. കണ്ണുകൾ ഉരുട്ടി രൗദ്രഭാവത്തോടെ കിളിയുടെ നേരെ നോക്കി. കൂറ്റൻ കണ്ടൻ പൂച്ചയെപ്പോലെ ചാടിപ്പൊങ്ങി കിളിയുടെ നേർക്ക് പാഞ്ഞു. ശബ്ദം കേട്ട് വിരണ്ടുപോയ കിളി ചിറകൊതുക്കി കണ്ണടച്ച് കൂടിൻ്റെ ഒരു ഭാഗത്ത് പതുങ്ങിയിരുന്നു. പിന്നെ അത് ശബ്ദിക്കുകയോ ചലിക്കുകയോ ചെയ്തില്ല. ചാപ്പന്റെ കോപ്രായങ്ങൾ കണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒതേനൻ പറഞ്ഞു, ഇനി മുതൽ നിന്റെ പേര് കണ്ടാച്ചേരി ചാപ്പൻ എന്നല്ല, കണ്ടാച്ചേരി കണ്ടൻ എന്നാണ്. അതു കേട്ട് ചാപ്പനും ചിരിച്ചു. അങ്ങനെ കുറച്ചു ദൂരം ചെന്നപ്പോ നടപ്പാതയുടെ ഇടതുവശത്തെ കരിങ്കൽ തൂണിൽ ഒരു കൂറ്റൻ കടുവയെ ചെങ്ങലക്കിട്ട് പൂട്ടിയിരിക്കുന്നത് അവർ കണ്ടു. ആ തൂണിന്റെ അഗ്രഭാഗത്തെ പലകയിൽ എഴുതി വച്ചിരിക്കുന്ന വാചകം അവർ വായിച്ചു: ഇടതുവശത്തെ തൂണിൽ കെട്ടിയിരിക്കുന്ന കടുവയെ അഴിച്ച് വലതുവശത്തെ തൂണിൽ കെട്ടിയിടണം. പക്ഷേ കടുവയുടെ നേരെ ആയുധം പ്രയോഗിച്ചുകൂടാ. അതുമാത്രമല്ല, അഴിച്ചു കെട്ടുന്ന ആളിൻ്റെ ദേഹത്ത് ഒരു തുള്ളി രക്തം പൊടിയുകയുമരുത്. അത് കണ്ടപ്പോൾ ഒതേനൻ പറഞ്ഞു, ഓ, ഇത് വല്ലാത്തൊരു നിബന്ധന തന്നെ. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവർ കൊക്കിവീട്ടിൽ കുങ്കിയമ്മയല്ല, കൊക്കിവീട്ടിൽ കെങ്കേമിയാണ്. കണ്ടാച്ചേരി ചാപ്പൻ ഒതേനനോട് അതിശയത്തോടെ പറഞ്ഞു. അടുത്ത നിമിഷം ചാപ്പനെ അമ്പരപ്പിച്ചുകൊണ്ട് ചാടിപ്പൊങ്ങിയ ഒതേനൻ കരണം മറിഞ്ഞ് കടുവയുടെ കഴുത്തിൽ വന്നിരുന്നിട്ട് അതിൻ്റെ കാതുകളുടെ കീഴിലുള്ള മർമ്മസ്ഥാനത്ത് വിരലുകൾ ഊന്നി അതിനെ അനുനയിപ്പിച്ചു. പിന്നീട് കടുവ ഗർജിച്ചില്ല. ഒരു വളർത്തുനായയെപ്പോലെ അത് സ്നേഹഭാവത്തോടെ നിന്നു. പിന്നീട് ഇരുമ്പ് തൂണിൽ നിന്ന് ചെങ്ങല അഴിച്ചെടുത്ത ഒതേനൻ വലതുവശത്തെ ഇരുമ്പ് തൂണിൽ കടുവയെ കെട്ടിയിട്ട് വീരജേതാവായി. ഇത്രമാത്രം ഏടാകൂടങ്ങൾ ഇണക്കി വച്ച് പുരുഷവർഗത്തെ ഒന്നടങ്കം അധിക്ഷേപിച്ചിരിക്കുന്ന കൊങ്കിവീട്ടിൽ കുങ്കിയമ്മ യാതൊരുവിധ കൂസലും കൂടാതെ മാളികയുടെ മുഖമണ്ഡപത്തിലിരുന്ന് ഏതോ ഗ്രന്ഥം വായിച്ച് രസിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ തച്ചോളി ഒതേനന് കലി കയറി. ആണുങ്ങളായ തങ്ങൾ ഇരുവരും തൊട്ടു മുന്നിലെത്തിയിട്ടും കാണാത്ത ഭാവത്തിൽ കാലും നീട്ടി തലയും കുമ്പിട്ടിരിക്കുന്ന അവളുടെ അഹങ്കാരം ഒതേനന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഹേയ് കൊക്കിവീട്ടിൽ കുങ്കിപ്പെണ്ണേ! ഒതേനൻ കോപത്തോടെ അലറി വിളിച്ചു. പക്ഷേ കുങ്കിയമ്മ വിളി കേട്ടതായി ഭാവിച്ചില്ല. മാത്രമല്ല, തല നിവർത്തിയതുമില്ല. ഇരുന്ന ഇരിപ്പിൽ നിന്ന് അണുവിട പോലും ചലിച്ചതുമില്ല. അതു കണ്ട് കോപാന്ധനായ തച്ചോളി ഒതേനൻ ഉറിയിൽ നിന്ന് വാൾ ഊരിയെടുത്ത് മണ്ഡപത്തിൻ്റെ നടുത്തൂണിൽ ആഞ്ഞുവെട്ടി. തൂണുമറിഞ്ഞ് മണ്ഡപമിളകി. പല അലങ്കാര വസ്തുക്കളും ഉരുണ്ടു ചാടി നിലത്ത് വീണുടഞ്ഞു. അതു കണ്ട് ഭയന്നു പോയ കൊക്കിവീട്ടിൽ കുങ്കിയമ്മ, അയ്യോ അയ്യോ, അരുത് അരുത്, എന്നോട് ക്ഷമിക്കണം, അരുത്, ഒന്നും ചെയ്യരുത് എന്ന് കേണപേക്ഷിച്ചു. അപ്പോ അഹങ്കാരിയായ നിനക്കും പേടിയുണ്ടല്ലേ? ഒതേനൻ കോപത്തോടെ ഗർജിച്ചു. ഞാൻ അറിയാതെ ചെയ്തു പോയ അപരാധങ്ങളൊക്കെ മാപ്പാക്കണം, മാപ്പാക്കണം ഒതേനൻ, മാപ്പാക്കണം. അങ്ങനെ തച്ചോളി ഒതേനന്റെ പാദം തൊട്ടു വന്ദിച്ച് കുങ്കിയമ്മ അപേക്ഷിച്ചു. അഹങ്കാരിയായിരുന്ന കുങ്കിയമ്മ പുരുഷകേസരിയായ ഒതേനന്റെ മുമ്പിൽ ഒരു മാൻപേട കണക്കെ അടങ്ങിയൊതുങ്ങി ഭവ്യതയോടെ നിന്നു. കുങ്കിയമ്മ പിന്നീട് ഒരിക്കലും പുരുഷന്മാരെ അധിക്ഷേപിക്കുകയോ അഹങ്കരിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ കൊക്കിവീട്ടിൽ കുങ്കിയുടെ പതനത്തിന്റെ കഥ പറഞ്ഞ് തച്ചോളി ഒതേനന്റെ കഥയുടെ 9ാം ഭാഗം ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ കഥാഭാഗവും നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.